കാലുകളിൽ നീര് വെക്കാറുണ്ടോ? ഈ 7 രോഗാവസ്ഥയുടെ സൂചനയാകാം. കണങ്കാലിലോ കാലുകളിലോ സ്ഥിരമായി നീര് വെക്കാറുണ്ടോ? ഈ അവസ്ഥയെ ഒഡീമ എന്നാണ് പറയുന്നത്. ദിവസങ്ങളോളം കാലിൽ ഇങ്ങനെ നീര് വെക്കുന്നത് പല ആരോഗ്യ പ്രശ്നങ്ങളുടെയും സൂചനയാകാം. ഹൃദയത്തിന് കാര്യക്ഷമമായി രക്തം പമ്പ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ശരീരത്തിലെ രക്തയോട്ടം കുറയുകയും കാലുകളിലും കണങ്കാലിലുമൊക്കെ ദ്രാവകങ്ങൾ കെട്ടിക്കിടന്ന നീര് വെക്കാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. കാലുകളിലെയോ കൈകളിലെയോ ഞരമ്പുകളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയായ ഡീപ് വെയിൻ ത്രോംബോസിസിന്റെ ലക്ഷണമാണ് കണങ്കാലുകളിലെ നീര്. അടിയന്തരമായി വൈദ്യസഹായം ആവശ്യമായ രോഗാവസ്ഥയാണിത്. ഗർഭകാലത്തിന്റെ 6-ാം മാസമോ 9-ാം മാസമോ വരുന്ന അപകടകരമായ ഒരു അവസ്ഥയാണ് പ്രീക്ലാംസിയ. ഉയർന്ന രക്തസമ്മർദ്ദവും മൂത്രത്തിലെ ഉയർന്ന പ്രോട്ടീനുമാണ് ഇതിന്റെ പ്രകടമായ ലക്ഷണങ്ങൾ. ഒഡീമ തലവേദന, കാഴ്ചപ്രശ്നം, ഭാരവർധന തുടങ്ങിയ പ്രശ്നങ്ങളും ഇതിന്റെ ഭാഗമായി ഉണ്ടാകാം. ഗർഭകാലത്തെ പ്രീക്ലാംസിയ ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യത്തെയും ബാധിക്കാം. വൃക്കകളുടെ പ്രവർത്തനം പതിയെ മന്ദഗതിയിലാകുന്ന സാഹചര്യമാണ് ക്രോണിക് കിഡ്നി ഡിസീസസ്. ഇത് വൃക്ക സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് നയിക്കാം. വൃക്കരോഗികളിലും കണങ്കാലുകളിൽ നീര് വയ്ക്കാറുണ്ട്. ഇതിനു പുറമെ ഹൈപ്പർ ടെൻഷൻ, കുറഞ്ഞ മൂത്രത്തിന്റെ അളവ്, ക്ഷീണം, മൂത്രത്തിൽ രക്തം, മൂത്രത്തിന് കടുത്ത നിറം, വിശപ്പില്ലായ്മ, ചർമ്മത്തിന് ചൊറിച്ചിൽ, വിളർച്ച, ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാനുള്ള തോന്നൽ എന്നിവയും വൃക്കരോഗ ലക്ഷണങ്ങളാണ്. ഹൈപ്പോതൈറോയിഡിസം എന്ന അവസ്ഥയുടെ ഒരു ലക്ഷണമാണ് കണങ്കാലിലെ നീര്. തൈറോയ്ഡ് ഗ്രന്ഥി ആവശ്യത്തിന് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയാണിത്. പേശികളിലും സന്ധികളിലും വേദന, ദൃഢത, നീര് എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. കണങ്കാലിൽ നീര് വയ്ക്കുന്നവർ തൈറോയ്ഡ് പരിശോധിക്കുന്നത് നല്ലതാണ്. ചർമ്മത്തിലുണ്ടാകുന്ന ബാക്ടീരിയൽ അണുബാധയാണ് സെല്ലുലൈറ്റിസ്. ഇതിന്റെ ഭാഗമായി കാലുകളിൽ നീര്, ചർമ്മത്തിന് ചുവന്ന നിറം, പുകച്ചൽ തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകാം. ചികിത്സിക്കാതെ വിട്ടാൽ രോഗിയുടെ ജീവന് തന്നെ ഇത് ഭീഷണിയാകാം. ഡോക്ടർമാർ സാധാരണ നിലയിൽ ആന്റിബയോട്ടിക്സ് ഇതിനായി നൽകാറുണ്ട്. ആന്റിബയോട്ടിക്സ് കഴിച്ചിട്ടും കാലിലെ നീര് മാറുന്നില്ലെങ്കിൽ ഡോക്ടറെ അറിയിക്കാൻ വൈകരുത്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ആൽബമിൻ എന്ന പ്രോട്ടീൻ കരളിനെയും വൃക്കകളെയും ആരോഗ്യത്തോടെ സമീപിക്കുകയും രക്തധമനികളിൽ നിന്നും സമീപത്തെ കോശ സംയുക്തങ്ങളിൽ നിന്നുമുള്ള ദ്രാവകത്തിന്റെ ചോർച്ച തടയുകയും ചെയ്യും. എന്നാൽ കരൾ രോഗം മൂലം ആവശ്യത്തിന് ആൽബമിൻ ഉൽപ്പാദിപ്പിക്കാതെ വരുന്നതോടെ ദ്രാവകങ്ങൾ കാലുകളിലും കണങ്കാലിലും വയറിലുമൊക്കെ അടിഞ്ഞുകൂടാൻ തുടങ്ങും. കാലുകളിൽ നീര് വയ്ക്കുമ്പോൾ കരളിന്റെ ആരോഗ്യവും ഇതിനാൽ പരിശോധനയ്ക്ക് വിധേയമാക്കണം.